പശ്ചിമേഷ്യയിലെ പ്രതിസന്ധികൾക്കിടയിലും ഇറാൻ എന്ന രാജ്യവും ഇന്ത്യ എന്ന രാജ്യവും തമ്മിലുള്ള ആ നയതന്ത്ര ഇടപെടലുകളൊക്കെ തന്നെ വളരെ സുതാര്യമായും ഒക്കെ തന്നെ നടന്നിരുന്നു. ഹോർമുസ് കടലെടുക്ക് വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ കപ്പലുകൾക്ക് ഒക്കെ തന്നെ വഴി അനുവദിച്ചുകൊണ്ട് ഹോർമുസ് കടലെടുക്ക് പലകുറി തുറന്നുകൊടുത്തു. നമുക്ക് പാചകവാതക ക്ഷാമമൊക്കെ അല്പം നേരിട്ടു എങ്കിലും പൂർണ്ണമായി പല സാധനങ്ങളും നമുക്ക് ലഭ്യമാകാതെ ഇരുന്നില്ല എന്നതാണ് മറ്റൊരു സത്യം. അത് ഇറാനും ഇന്ത്യയും തമ്മിലുള്ള ആ ഒരു ഇടപെടലുകളുടെ ഫലമായിട്ടാണ്. ഇപ്പോൾ ഇറാൻ പരമോന്നത നേതാവ് ഫെബ്രുവരി 28 കൊല്ലപ്പെട്ട അയത്തുള്ള അലി ഖമേനി, ഇദ്ദേഹത്തിന്റെ ശവസംസ്കാര ചടങ്ങിലേക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഇറാൻ ക്ഷണിച്ചിരിക്കുന്നു എന്ന വാർത്തയാണ് പുറത്തുവരുന്നത്. ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം അത് സ്ഥിരീകരിച്ചിട്ടില്ല എങ്കിലും മാധ്യമങ്ങളൊക്കെ തന്നെ ഈ വിഷയം വാർത്തയായി നൽകുന്നുണ്ട്. ഇറാന്റെ പരമോന്നത നേതാവ് ഖമേനിയുടെ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാൻ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ക്ഷണം ലഭിച്ചു. ഇറാൻ പ്രസിഡന്റ് മസൂദ് പെഷസ്കിയാൻ ഔദ്യോഗികമായിട്ടാണ് പ്രധാനമന്ത്രിയെ ക്ഷണിച്ചത് എന്നുള്ള വാർത്തയാണ് ലഭിക്കുന്നത്. ചടങ്ങിൽ മോദി പ്രതിനിധിയെ അയക്കും എന്നാണ് റിപ്പോർട്ട്. മോദി നേരിട്ട് പങ്കെടുക്കും എന്നുള്ള സ്ഥിരീകരണം ഇതുവരെ വന്നിട്ടില്ല. അമേരിക്കൻ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഖമേനിയുടെ സംസ്കാര ചടങ്ങുകൾ ജൂലൈ 4 നടക്കുമെന്നാണ് ഇറാൻ അറിയിച്ചിരിക്കുന്നത്. കൊല്ലപ്പെട്ട ഏകദേശം 4 മാസങ്ങൾക്ക് ശേഷമാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുന്നത്. സംസ്കാര ചടങ്ങിനായി പ്രത്യേക സ്ഥലം സജ്ജമാക്കി എന്ന് ഇറാനിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു.